എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസിന്റെ ഫോട്ടോഷൂട്ടൊക്കെ? അടിപൊളി. ഉദ്ദേശിച്ച സാധനം. നിങ്ങളുടെ നിന്നെ നാട്ടിലെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജസ്റ്റ് മിസ്സായിരുന്നു. ജിൻസ് കഴിഞ്ഞ മാസം നാട്ടിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളായിരുന്നു. ജിൻസിന്റെ ബ്രദറിന്റെ കല്യാണം. അതെ, ഞങ്ങൾക്ക് 2 ആഴ്ച ഉണ്ട്, പക്ഷെ നാട്ടിൽ പോകാനുള്ള സമയമില്ല. അത് തന്നെയല്ല, ക്രിസ്മസിന് ടിക്കറ്റ് ഫെയർ ഭയങ്കര കൂടുതലാണ്. ഞങ്ങള് അതുകൊണ്ട് കൂടുതലായിരുന്നു. അതെ, അങ്ങനെയാണ് ഞങ്ങൾ വെയിൽസ് എടുത്തത്. പിന്നെ അതെ, ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഇനി കിടക്കുക. അതെ, ഇനി 5 ദിവസം കൊണ്ട് അത് കഴിഞ്ഞിട്ട് നാട്ടിലായിരുന്നു. ഇപ്പൊ പൊളിച്ചനല്ലേ ജിൻസെ? പള്ളി പോണ സമയം. അതെ, എങ്ങനെയുണ്ട് കേക്ക്? എങ്ങനെയുണ്ട് കേക്ക്? അടിപൊളി. ക്രിസ്മസ് നമ്മൾ ആഘോഷം തുടങ്ങി. വൈൻ പൊട്ടിച്ചു, കേക്ക് മുറിച്ചു, പിന്നെ ഇനി ഫോട്ടോഷൂട്ട് ഉണ്ട്. ഓൺ ദ വേ. നല്ല ഉടുപ്പാണല്ലോ. പ്രൈമാർക്ക് സ്പെഷ്യൽ. ജിൻസിന്റെ ഉടുപ്പുണ്ടല്ലോ, മേടിക്കാനായിട്ട് ജിൻസ് നോക്കി വെച്ച് പ്രൈമാർക്കിൽ കുറെ സാധനം. അനന്തുവിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ. അയ്യോ അല്ല, നിന്റെ ജമ്പറിന്റെ കവറാ ഇത് മേടിക്കാൻ പോയിട്ട് അവസാനം സാധനം കിട്ടാഞ്ഞിട്ട് ആശാൻ വിഷമമായി. ഇത് എവിടെ നിന്ന് മേടിച്ചത്? ഞാൻ കടയുടെ പേരെങ്ങനെ പറയും? ഒരു കട അവിടുന്ന് സാധനം കിട്ടി. അവരാണെന്നുണ്ടെങ്കിൽ പ്രൈമാർക്കിൽ നിന്ന് എടുത്ത സാധനം ലേബല് പോലും പറിക്കാതെ ഇതായിട്ട് വിൽക്കുകയായിരുന്നു. അവിടുന്ന് സാധനം കിട്ടി. അതെ, ഇവിടെ വന്ന് 2022 മേടിച്ച ഡ്രസ്സാണ്. ക്രിസ്മസിന് മാത്രം ഒരു ദിവസം ഉപയോഗിച്ച് അലക്കി ഉണക്കി പൂട്ടി വെച്ച് ഇനി അടുത്ത വർഷം. അങ്ങനെ ഇതെന്റെ 3ാമത്തെ ക്രിസ്മസ് ആണ് UK-ല്. പക്ഷെ ഞാൻ 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. അതെ, ഇല്ല വന്നിട്ടില്ല. അതെ, 2 ക്രിസ്മസിലുണ്ട്. ആദ്യത്തെ ക്രിസ്മസ് ഷിഫ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ ക്രിസ്മസ് നൈറ്റ് ഷിഫ്റ്റ് അല്ല, ഒരു ബാങ്ക് ഷിഫ്റ്റ് കിട്ടിയായിരുന്നു. ഈ പ്രാവശ്യം ലീവ്. ഇവർക്കെല്ലാം 2 ആഴ്ച അവധി. വെയിൽസിലെ 3ാമത്തെ ദിവസം നമ്മൾ ഇന്നലെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിട്ട് രാത്രി കിടന്നപ്പോൾ ലേറ്റായി. പിന്നെ ഇന്ന് രാവിലെ, ഇന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നുമില്ല ഇവിടെ, എല്ലാം ക്ലോസ്, എല്ലാം ക്ലോസ് ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ അടുത്തൊരു ബീച്ചുണ്ട്, അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ജിൻസിനും വരെയും പള്ളിയിൽ കയറണം എന്ന് പറഞ്ഞത് ക്രിസ്മസ് ഞായറാഴ്ച അല്ല, ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ പള്ളി കയറണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു പള്ളി വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പള്ളി പൂട്ടി പോയിട്ട് കാലങ്ങളായി. വർക്കിംഗ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. പഴയ പള്ളിയാണ് ഇത്. പഴയ പള്ളിയാ, പൂട്ടിയിട്ടൊന്നുമില്ല. ഇത് പറഞ്ഞ അത് ഞാൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ. അതെ, ഇതാണ് പള്ളിയുടെ കവാടം. കൊള്ളാം, ഇതാണ് പള്ളി. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും മഞ്ഞ് ഫുൾ. പിന്നെ അമ്പിളി, കുഞ്ഞനമ്പിളി, ഇത് കുഞ്ഞനമ്പിളി. ഇവിടെ മരത്തിൽ ഒരു സാധനം തൂങ്ങി കിടക്കുന്ന കാണിക്കാം. മാലാക മരത്തിൽ തൂങ്ങി കിടപ്പുണ്ട്. അതെ, ഇതെന്താ സംഭവം? ഇവിടെ എല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ കറണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് പള്ളിയുടെ ഇവിടുന്ന് ബീച്ചിലോട്ട് പോയാലോ? ബീച്ചിൽ പോവാം. 20 മിനിറ്റ് ഉണ്ട്. 20 മിനിറ്റ് ഉണ്ട്. അതെ, അപ്പം ബീച്ചിലേക്ക് നടക്കാണ്. അല്ല, ഇന്ന് ദൂരോട്ടൊന്നും പോകാത്തോണ്ട് ഇന്ന് വേറെ ഒന്നും പോകാൻ പറ്റില്ല. ഇന്ന് പോകാനും നടന്നേ പോകാൻ പറ്റത്തുള്ളൂ. അതെ, ഇന്ന് കുക്കിംഗ് ഉണ്ട്. ഇന്ന് നമ്മള് ബിരിയാണി, ബീഫ് ബിരിയാണി. ഇത് ക്രിസ്മസ്, ഞങ്ങൾ ഇന്നലെ ക്രിസ്മസ് രാത്രിയിൽ ഞങ്ങള് പോർക്കും പൊറോട്ടയൊക്കെ വെച്ചിട്ട് വന്നതാണ്. ഇന്ന് ഞങ്ങള് ബീഫ് ബിരിയാണി വെക്കും. ബീഫ് ബിരിയാണി വെച്ചിട്ട്
പൊളിക്കും. ഇന്ന് ഞങ്ങൾ നേരത്തെ വെക്കും, കാരണം ഇന്ന് നമ്മൾ നേരത്തെ ചെല്ലും. ഇന്നലെ ഞങ്ങൾ ലേറ്റ് ആയിരുന്നു വന്നപ്പം. അത് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. കാരണം ഇന്നലെ രാവിലെ കുറെ നടന്ന് അവിടെ ചെന്നിട്ട് നടപ്പും അങ്ങനെ. നല്ല ഡാം. ഇത് ഡാം അല്ലടാ, ഇത് വേറെ എന്താടാ, ബീച്ച് തന്നെ അല്ലേ? സോറി, ഇത് ഡാം അല്ലായിരുന്നു, ബീച്ച് തന്നെയായിരുന്നു. ഇതുണ്ടല്ലോ, ഇത് ബീച്ച് തന്നെയാണ്. വെള്ളം കയറ്റിയിട്ടേക്കാ നീന്താൻ വേണ്ടി. ഞങ്ങൾ ഡാം വന്ന് തെറ്റിദ്ധരിച്ചു ദൂരെ നിന്ന് കണ്ടപ്പോൾ, പക്ഷെ ഡാം അല്ലായിരുന്നു, ബീച്ച് തന്നെയാണ്. ഇത് ആഴമില്ല അല്ലടാ? അതെ, നമുക്ക് ബീച്ച് നിലം കാണാൻ പറ്റും. ഇത് അങ്ങ് വരെ അത്രേ ഉള്ളൂ. ഇത് വേറെന്തിനേലും ആണോ ഇനി? ആ, നീന്താനാ, ശരിയാ. ഇറങ്ങിപ്പോകാനുള്ള സാധനമൊക്കെ ഉണ്ട്. അതെ അതെ അതെ, കൊള്ളാം. മൊത്തം മഞ്ഞ. ബീച്ചപ്പുറത്തുണ്ട്, അങ്ങോട്ടേ പോവാം ബാ. അങ്ങനെ നമ്മൾ ലാൻലി ബീച്ചിലെത്തി. അതെ, ബീച്ചിലെ വെള്ളമെല്ലാം വറ്റിപ്പോയി, അതുകൊണ്ട് വെള്ളം കാണത്തില്ല. വെള്ളം കാണാൻ അങ്ങ് ദൂരെയാണ്, പക്ഷെ അത് മഞ്ഞായതുകൊണ്ട് അതും ക്ലിയർ അല്ല. എടാ, ഇത് വറ്റിപ്പോയതല്ലെന്ന് തോന്നണം, ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ആ, ഇറങ്ങി നിൽക്കുന്നതാന്ന് തോന്നുന്നു. അതെ അതെ, വെള്ളം വരുന്നതൊക്കെയാ. അതെ, അതെ. ഇന്ന് ജയിക്കണം എനിക്ക്. 2 ദിവസമായിട്ട് കളിച്ച് തോറ്റ്. അല്ല, ഞാൻ കമത്തി ചീറ്റ. അമ്മും മരിയെ മാത്രമാണ് ജയിക്കുന്നത്. ജിൻസ് ഒരു കളി ജയിച്ചല്ലടാ, 2 ദിവസത്തിൽ ഒരു കളി ജയിച്ചു. ഞാനാണെങ്കിൽ തോറ്റ്. എങ്ങനെ ഇനി ഞാൻ കാണിച്ചു തരണോ? ഇനി ഒറ്റക്കളി വേറെ ആരും ജയിക്കില്ല, ഞാൻ തന്നെ ജയിക്കും. എന്നാന്ന് കാണണം ആരാ ജയിക്കുന്നത്. കള്ളക്കളി ആയിരിക്കും. അതെ, നീ തോറ്റ വ്യക്തികളുടെ കണക്ക് തന്നെ കോടികളാ. ഞാനില്ല, നീ എടുത്തു. അയ്യോ 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 അയ്യോ, എല്ലാമേ പോച്ച്. എല്ലാരും ഒന്നും ചേട്ടിയില്ലേ? എന്റെ ഉണ്ടല്ലോ, ഞാൻ ശീലായി പോയി. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം, അമ്മ കളി ജയിക്കത്തില്ല. അതെന്നാ പരിപാടി അമ്മു? എടി മണ്ടി കളിച്ചോ? ഒന്നുമില്ല. അത് 4 കൊടുത്തിട്ടാ മതി. 1 2 3 4. മര്യാദ കൊറേ, ഇത് കാശല്ല കേട്ടോ, വാരി കൂട്ടുക. അപ്പൊ അവൾക്ക് നീലയാ. നീ ജിൻസ് അറ പോയി അമ്മു, എല്ലാം കളി. കളറാരാ സെലക്ട് ചെയ്തേ? നീ തന്നെ, നീല തന്നെ സെലക്ട് ചെയ്തല്ലേ? ജിൻസ് നമ്പർ വന്നായിരുന്നു ഇല്ലല്ലോ? നമ്പർ പറ്റുന്നില്ലല്ലോ. 7 സമ്മതിക്കൂലടി. ആ, പച്ച.
കളർ മാറ്റി മഞ്ഞ പിടികളാ. എന്റെ ഇല്ലടാ, ഞാൻ വിട്ടു. ഞാനാണോ? അവൾ നീല ഒരു കാരണവശാലും രണ്ടെണ്ണം ഉണ്ട്. നീയാ? ഊനം. എടി അതൊക്കെ തിരിച്ചൊരു കൊടുക്കത്തില്ലേ? എനിക്കാണോ തരണേ? നമ്മള് ഫാമിലി ആയിട്ട് ഇഷ്ടംപോലെ കളറേ. നീ colour പറ. സൂക്ഷിച്ച് വേണം പറയാ. എടി അവളുടെ നീലയാ, ഇല്ലാത്ത കളർ പറ. പച്ചയോ? പച്ചല്ലേ ഇപ്പൊ കളിച്ചത്? അവളിലുണ്ട് പച്ച. ഇട്. ഞാനാണോ? എന്ത് കിട്ടിയാലും ഇട്. ഇടുന്നുണ്ടോ? എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ആരും മേടിക്കണ്ട. ഞാൻ അവിടെ എങ്കിലും ചെയ്യിക്കത്തില്ല. ഒറ്റ കളൂടെ ഉള്ളല്ലേ? അവള് തന്നെ സൂക്ഷിച്ച് കളിക്കണം. അവക്ക് ബോധമില്ല. ഇനി അങ്ങോട്ടല്ലേ കളി? നീ അങ്ങോട്ട് അത് മേടിക്കണ്ട. ഇങ്ങോട്ട് തിരിച്ചു വെക്കല്ലേ? ഒന്ന് അമ്മന്റെ നീല വേണ്ടിട്ടല്ലേ? അത് കുഴപ്പമില്ല. നീ വിട്ടോ. ഇവിടെ ഞാൻ സെറ്റ് ചെയ്തോളാം. ഇവിടെ ഞാൻ സെറ്റ് ചെയ്തോളാം. നീ വിട്. അയ്യോ ഞാൻ ഊന പറഞ്ഞില്ല. ഊനോ. എടാ ജിൻസേ എടാ പേടിക്കണ്ട, ധൈര്യമായിട്ട് കിട്ടോ. അമ്മൂന് കളിയില്ല. മരിയ അടുത്ത പ്രാവശ്യം ബൂട് അന്നേരോ സെമിയർക്ക് എടി അത് തിരിച്ചു വിടരുതായിരുന്നു. ഞാനിത് കൊടുക്കായിരിക്കും. അത് ഇവിടെ വന്ന് ഞാൻ ഇത് കൊടുക്കാതിരുന്ന നോക്ക്. ഒരു കരക്കെത്തിച്ചോണ്ടിരിക്കും. കറക്റ്റ് ആ സാധനം തിരിച്ചിട്ടേക്ക്. ഇല്ല, അവൾക്കൊരു കാടേ ഉള്ളൂ. അവള് ഊനായിട്ടിരിക്കരുത്. ചിന്തിക്കൂ. ഓക്കെ, അപ്പോൾ ഊന കളിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ. ബൈ.